ഹായ് ഫ്രണ്ട്സ്, ചന്ദ്രകാന്തത്തിൻ്റെ ലേറ്റസ്റ്റ് റിവ്യൂയിലേക്ക് സ്വാഗതം. പിന്നെ ഗൗതത്തിനെയാണ് കാണിക്കുന്നത്. ഇവിടെ നടന്നതല്ല എൻ്റെ കുഴപ്പം, എൻ്റെ പിഴ കൊണ്ട് കാരണം മാത്രമാണെന്നൊക്കെ ഗൗതം ഇങ്ങനെ പറയും. നിനക്ക് ഞാൻ ഒരു ചാൻസും കൂടി തരാം, ഈ തെറ്റിന് നീ എല്ലാവരോടും മാപ്പ് പറയണമെന്ന് നന്ദയോട് ഗൗതം പറയും. അപ്പോൾ നന്ദ പറയും, തെറ്റ് ചെയ്തെന്ന് എനിക്ക് തോന്നിയിട്ടില്ല, അതുകൊണ്ട് തന്നെ ഞാൻ ആരോടും മാപ്പ് പറയില്ല. അതിൻ്റെ പേരിൽ എന്നെ എന്ത് വേണമെങ്കിലും ചെയ്തോ, അത് സഹിക്കാൻ ഞാൻ ഒരുക്കാണെന്നൊക്കെ നന്ദ പറയും. അപ്പോൾ രാധിക ആൻറ്റി പറയും, മോളെ നീ ആരോടെ എന്തൊക്കെ സംസാരിക്കുന്നേ അറിയോ പറയും. അപ്പോൾ നന്ദ പറയും, ആൻറ്റി ഒന്നും മിണ്ടാതിരുന്നേ, ഞാൻ കോളേജിൽ പോവാം, മറ്റെന്തിനേക്കാളും എനിക്ക് വലുത് എൻ്റെ പഠനമാണ്, ഞാൻ പോവുക കോളേജിലേക്ക് എന്നൊക്കെ പറഞ്ഞ് ഗൗതത്തിൻ്റെ മുന്നിലൂടെ നന്ദ പോവും. പിന്നെ എല്ലാവരും ഹാളിൽ ഇരുന്നിട്ട് ഇങ്ങനെ ഓരോന്നും ആലോചിക്കും. അപ്പോൾ മോഹിനി പറയും, ഏടത്തി ഇന്ന് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഗൗതത്തിനെ ഇത്രയും ദേഷ്യത്തിൽ. ഗൗതം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുകയാണ് ടെറസിലും മുറിയിലുമൊക്കെ, ഇപ്പോൾ പൊട്ടിത്തെറിക്കും എന്ന വിധത്തിലാണ് എന്നൊക്കെ പറയും. അപ്പോൾ പവിത്ര പറയും, ഇന്ന് എവിടേക്കും പോയിട്ടില്ല ഗൗതമേട്ടൻ, ഡ്യൂട്ടിക്ക് പോലും പോയിട്ടില്ല. അപ്പോൾ വല്യം പറയും, അങ്ങനെ അവൻ എങ്ങനെ പോവാനാ, അങ്ങനെയല്ലേ ഇവിടെ കാണിച്ചിട്ടുണ്ടെന്നേ എന്ന് പറയും. പിങ്കിയെ തള്ളിയതും എന്നെ അവൾ തല്ലിയതിനും ഗൗതത്തിന് ഒരു വാക്ക് പോലും കൊടുത്തില്ല, ഒരു പുല്ലുവില അവൾ കൽപ്പിച്ചോ എന്നൊക്കെ വല്യമ്മ ഇങ്ങനെ പറയും. അപ്പോൾ പവിത്ര പറയും, ഇന്ന് നന്ദേച്ചി വരുമ്പോൾ എന്നത്തേതും പോലെയല്ല, ഗൗതമേട്ടൻ്റെ കയ്യിൽ നിന്ന് ശരിക്കും കിട്ടും. ഇത് കേൾക്കുന്ന പിങ്കിക്ക് ഭയങ്കര സന്തോഷമാവും, എല്ലാവർക്കും സന്തോഷമാവും. അപ്പം മോഹിനി പറയും, അതിനാ മഹാറാണി ഇതുവരെ എത്തിയിട്ടില്ലല്ലോ, ഇനിയിപ്പോൾ വല്ല വാടകയ്ക്കെങ്ങാനും പോയി കാണോ ആ വഴി, ചളിപ്പുകാരനെ ഇങ്ങോട്ട് വരുന്നുണ്ടാവില്ലെന്ന് പറയും. അപ്പം അച്ഛൻ പറയും, അവൾക്കോ ചളിപ്പോ, അതുമാത്രം അവൾക്കുണ്ടാവില്ല, നല്ല തൊലിക്കട്ടിയെന്നൊക്കെ പറയും. അപ്പോഴായിരിക്കും ഗൗതം വരെ. ഗൗതം പറയും, പവിത്രേ വാതിലടക്ക്, ഇനി എന്നോട് ചോദിക്കാതെ ഇങ്ങോട്ട് നന്ദയെ കയറ്റി പോകരുതെന്ന്. പവിത്ര ചെന്ന് വാതിലടക്കി എന്നൊക്കെ ഗൗരവത്തിൽ ഇങ്ങനെ ഗൗതം പറയും. അപ്പം ലക്ഷ്മി പറയും, മോനെ നീ അവൾ വന്നിട്ട് അവളെ ശാസിച്ചോ ഗുണദോഷിച്ചോ, പക്ഷെ വാതിലടക്കരുത്, ഈ അമ്മ പറയുന്നത് കേൾക്ക് മോനെ എന്നൊക്കെ പറയും. അപ്പോൾ ഗൗതം പറയും, ഇനി അമ്മ അവൾക്ക് വേണ്ടി എന്നോട് സംസാരിച്ച് പോകരുത്, ഞാൻ ചിലതൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്, അതിലൊരു മാറ്റവുമില്ല എന്നൊക്കെ പറയും. വല്യമ്മ പറയും, ഇപ്പോഴാടാ നീ ഒരു ആൺകുട്ടിയായത്, അവളുടെ ഒരു അഴിഞ്ഞാട്ടം, അതിന് നീ ഒരു വക വരുത്തണം ഇന്ന് എന്നൊക്കെ പറയും. അപ്പോൾ ലക്ഷ്മി പറയും, ഏടത്തി അവൾ ഇന്ന് രാവിലെ കാണിച്ചതൊക്കെ തെറ്റ് തന്നെ, അവൾ വരുമ്പോൾ ശ്വാസിക്കാൻ, അതിനു പകരം ഇങ്ങനെ കാണിക്കരുത്, കഷ്ടമായതൊക്കെ എന്ന് പറയും. പച്ചൻ പറയും, ഓ ലക്ഷ്മി വക്കീൽ അപ്പം തന്നെ തുടങ്ങിയോ, എനിക്കൊരു ഡൗട്ട്, അമ്മായിമ്മ മകൾക്കാണോ അതോ മരുമകൾ അമ്മായിമ്മക്കാണോ ട്രെയിനിങ് കൊടുക്കുന്നത്? ഗൗതം പറയും, അമ്മ ഇതിലിടപെഴുത്, മോനെ ഞാൻ ഉപദേശിച്ചോളാം അവളെ എന്നൊക്കെ ലക്ഷ്മി ഇങ്ങനെ പറയും. അപ്പോൾ ഗൗതം പറയും, മതി, അതിൻ്റെ സമയം കഴിഞ്ഞ്, ഇനി കൊടുക്കേണ്ടത് ശിക്ഷയാണെന്നൊക്കെ ഗൗതം ഇങ്ങനെ പറയും. അപ്പോഴായിരിക്കും നന്ദ വന്നിട്ട് ബെല്ലടിക്കുന്നത്. അമ്മേ അമ്മേ എന്നിങ്ങനെ വിളിക്കും. അപ്പം ലക്ഷ്മി പറയും, മോനെ മോള് വന്ന് വാതിൽ തുറക്കടാ എന്നൊക്കെ പറയാം. പ്രിയേച്ചിയും പറയും, വാതിൽ തുറക്കടാ, അവളെ അകത്ത് കയറ്റിയിട്ട് മതി, ഇനി എന്ത് വെച്ചാൽ ആയിക്കോ എന്നൊക്കെ പറയും. അപ്പോൾ പ്രിയേച്ചീനെ പറയും. ഗൗതം പറയും, പ്രിയേച്ചി ഇതിൽ ഇടപെടുക്കരുത്, ഇക്കാര്യത്തിൽ ആരും സംസാരിക്കേണ്ട എന്നൊക്കെ പറയും. നന്ദണ്ട് പുറത്ത് നിന്നിട്ട്, അമ്മേ രാധിക ആൻറ്റി വാതിൽ തുറക്കുക എന്നൊക്കെ വെച്ചിട്ട് ആൻറ്റി കുറേ വിളിക്കും. അപ്പോൾ ആൻറ്റി പറയും, മോനെ ഞാൻ കാല് പിടിച്ചിട്ട് പറയുക, ഒന്ന് വാതിൽ തുറക്കടാ, നീ അവളെ തല്ലിക്കൊന്ന എന്നൊക്കെ പറയും. അപ്പോൾ വല്യമ്മ പറയും, വേലക്കാരിയുടെ സ്ഥാനത്ത് നിന്നാൽ മതി, ഇതിൽ അഭിപ്രായമൊന്നും പറയണ്ട പറയും. അപ്പോൾ ഗൗതം പറയും, വല്യമ്മേ അവരെ ഒന്നും പറയണ്ട, അവരൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നൊക്കെ പറയും. എന്നിട്ട് രാധിക പറയും, നീ CSRനെ വിചാരിച്ചെങ്കിലും ഒന്ന് തുറന്നു കൊടുക്കടാ എന്നൊക്കെ പറയും. അപ്പോൾ നന്ദ പുറത്തുനിന്ന്, അമ്മേ വാതിൽ തുറക്കുക എന്നൊക്കെ പറയും. എന്നിട്ട് പവിത്ര പോയിട്ട് വാതിൽ തുറക്കും. നന്ദ അകത്ത് കയറിയിട്ട് ചോദിക്കും, എന്താ പവിത്ര എല്ലാവരും സന്ധ്യയ്ക്ക് തന്നെ ഉറക്കമായോ ചോദിക്കും. അപ്പം അച്ഛൻ പറയും, ഇല്ലല്ല ഇപ്പോഴാ ഉണർന്നത്, എൻ്റെ മോൻ ഇപ്പോഴാ നിന്നെ മനസ്സിലാക്കിയത്, എന്നാലും വല്ലാത്ത തൊലിക്കട്ടി തന്നെ, ഇത്രയൊക്കെ കാണിച്ചിട്ടും ഒരു കൂസലും ഇല്ലാതല്ലേ നീ ഇങ്ങോട്ട് കയറി വന്നത് പറയും. അപ്പം നന്ദ പറയും, ഓ അത് ശരി, അതിൻ്റെ വിചാരണയാണോ ഇവിടെ നടക്കുമായിരുന്നോ എന്നൊക്കെ ചോദിക്കും. ഗൗതം പറയും, നന്ദ മതിയാക്കിക്കോ, ഈ വീട്ടിൽ എല്ലാവരോടും നിൻ്റെ തർക്കുത്തരം പറയത്, രാവിലെ പറഞ്ഞതിന് നീ എല്ലാവരോടും മാപ്പ് പറയും, ഒരവസരം കൂടി നിനക്ക് ഞാൻ തരിക പറയും. അപ്പം നന്ദ പറയും, രാവിലെ പറഞ്ഞത് തന്നെ എനിക്ക് പറയാനുള്ളൂ, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, തെറ്റ് ചെയ്യാത്തിടത്തോളം കാലം ഞാൻ ആരോടും മാപ്പ് പറയില്ല എന്നൊക്കെ പറയും. എങ്കിൽ നിനക്ക് ഇനി ഈ വീട്ടിൽ സ്ഥാനമില്ല എന്ന് ഗൗതം പറയും. എനിക്ക് പ്രിയപ്പെട്ടവരെ അഭിമാനിച്ചതിന് ഈ വീട്ടിൽ ഇനി കഴിയാൻ പറ്റില്ല, നിനക്ക് എൻ്റെ മനസ്സിൽ ഇനി ഒരു സ്ഥാനമില്ല, ഈ കുടുംബത്തിനും നിന്നെ വേണ്ട പറയും. അപ്പം നന്ദയ്ക്ക് വളരെയധികം വിഷമം തോന്നും.
അപ്പം ലക്ഷ്മി പറയും, മോളെ നന്ദ ഈ പിടിവാശി കളയും, ഇനി ഒന്ന് മാപ്പ് പറയും. അപ്പം നന്ദ പറയും, ഇല്ല അമ്മേ, തെറ്റ് ചെയ്താലാണ് കുറ്റബോധം എനിക്കില്ല പറയും. അപ്പോൾ ഗൗത പറയും, നിന്നെ ഞാൻ എൻ്റെ തലയിൽ വെച്ചതിന് എനിക്കിപ്പോൾ കുറ്റബോധമുണ്ട്, ഇനി ഞാൻ ആവർത്തിക്കില്ല, പൊയ്ക്കോ ഇവിടുന്ന് എന്നേക്കുമായിട്ട്, എൻ്റെ മനസ്സിൽ ഇനി നിനക്ക് ഒരു സ്ഥാനമില്ല എന്നൊക്കെ പറയും. അപ്പോൾ പിങ്കിക്ക് ഇത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാവും, നന്ദയ്ക്ക് ആകെ സങ്കടമാവും. അപ്പം രാധികാന്തി പറയും, മോനെ എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കരുത്, അത് ആപത്താണ് എന്നൊക്കെ പറയും. മോനല്ലാതെ ഇവൾക്ക് വേറെ ആരാ ഉള്ളത് എന്നൊക്കെ രാധികാന്തി പറയും. അപ്പോൾ നന്ദ പറയും, രാധികാന്തി, ഗൗതം സാറ് തീരുമാനമെടുത്തു, ഇനി രാധികാന്തി സാറിൻ്റെ കാലൊന്നും പിടിക്കണ്ടെന്ന് പറയും. അപ്പോൾ ലക്ഷ്മി പറയും, മോളെ മാപ്പ് പറയും മോളെ എന്ന് പറയും. നന്ദ പറയും, ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല ആൻറ്റി, ഇപ്പോഴും ശരിയുടെ ഭാഗത്താണ്, എൻ്റെ അച്ഛൻ വിനയ സാറിൻ്റെ മോളാണ് ഞാൻ എന്നൊക്കെ പറയും. അപ്പോൾ ഗൗതം പറയും, എല്ലാറ്റിനും നിൻ്റെ ഒരു അച്ഛനെ പറയേ നീ, അദ്ദേഹത്തിൻ്റെ സ്ഥാനം എൻ്റെ മനസ്സിൽ എത്രത്തോളം ഉണ്ടെന്ന് എനിക്കറിയാം, ഞാൻ ആ വാക്ക് പാലിക്കുകയും ചെയ്യും, പക്ഷേ എൻ്റെ മനസ്സിൽ നിനക്കിനി സ്ഥാനമില്ല. അപ്പോൾ നന്ദയ്ക്ക് ഭയങ്കര വിഷമം വരും, പിങ്കിക്ക് സന്തോഷം, എൻ്റെ ജീവിതത്തിൽ ഇനി നീയില്ല, നന്ദേ വേഗം പൊക്കോ പറയും. പിന്നെ നന്ദനെയും കാണിക്കുന്നു, നന്ദ ബാഗൊക്കെ പാക്ക് ചെയ്യുന്നു, എന്നിട്ട് കരയുന്നു, എന്നിട്ട് പിന്നെ ഇറങ്ങിപ്പോകുന്നു. ഗൗതം പറയും, നിൽക്ക്, ഒരാശ്രയമില്ലാതെ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ നീ ജീവിതം പഠിക്കും നന്ദ പറയും. അപ്പോൾ നന്ദ പറയും, ജീവിതം പഠിക്കേണ്ടത് ഞാനല്ല, നിങ്ങളാണ് ഗൗതം സാർ എന്നൊക്കെ പറയും. എന്നിട്ട് ഗൗതം വാതിലടയ്ക്കുന്നു. രാത്രിയായാലും നന്ദയും ആൻറ്റിയും പോവില്ല, അവിടെ വരാന്തയിൽ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ രാധികാന്റി പറയും, മോളെ നമ്മളിനി എങ്ങോട്ട് പോകാനാ, നമുക്ക് ഏലപ്പാറയിലേക്ക് പോവാം, അവിടെയല്ലേ നമുക്കൊരു ആശ്രയമുള്ളൂ, അല്ലെങ്കിൽ പിങ്കിയുടെ കൂട്ടുകാരി സാന്ദ്രയെ വിളിക്കുക എന്നൊക്കെ പറയും. അപ്പം നന്ദ പറയും, അതൊന്നും വേണ്ട, സാന്ദ്രേനെ നമ്മളെ അന്ന് കയറ്റിയതിന് തന്നെ പിങ്കി ഒരുപാട് ചീത്ത പറഞ്ഞു, നമുക്ക് എവിടേക്കെങ്കിലും പോവാമെന്നൊക്കെ പറയും. അപ്പം ആൻറ്റി പറയും, നമുക്ക് ഏലപ്പാറയിലേക്ക് പോവാം, നീ നിൻ്റെ ഡോക്ടർ ഭാഗമൊക്കെ കളഞ്ഞേക്ക്, നമുക്ക് അവിടെ എന്തെങ്കിലും ജോലിയൊക്കെ എടുത്തിട്ട് കഴിയുക എന്നൊക്കെ പറയും. അപ്പം നന്ദ പറയും, എവിടെ കടത്തണ്ണയിൽ കിടന്നിട്ടാണെങ്കിലും ഞാൻ എൻ്റെ ഡോക്ടറേറ്റ് എന്ന സ്വപ്നം നേടിയിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയും. പിന്നെ നന്ദയുടെ സാറിനെ വിളിച്ചിട്ട് നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇരിക്കുമ്പോഴായിരിക്കും അവിടേക്ക് ലക്ഷ്മി വരിക, ചോറുമായിട്ട് വരികയാവും. അപ്പോൾ മോളെ നന്ദ, ഈ ചോറ് നീ കഴിക്കുക, നിന്നെ പുറത്താക്കിയാൽ എനിക്കൊന്നും പറയാൻ പറ്റില്ല, മോൾ ഈ ചോറെങ്കിലും കഴിക്കുക എന്നൊക്കെ പറയും. അപ്പോൾ അമ്മ ഇപ്പം തന്നെ ആരും കാണാതെ എന്ന് വന്നിരിക്കണം, ഞങ്ങൾ എന്താ പിച്ചക്കാരാണെന്ന് വിചാരിച്ചോ അമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് നന്ദ കുറേ വിഷമം പറയും. അപ്പോൾ മോളെ നീ എങ്ങനെയെങ്കിലും ഇത് കഴിക്കുക പറഞ്ഞിട്ട് അപ്പം നന്ദ പറയും, ഇല്ല അമ്മേ, എനിക്ക് വേണ്ട, ഇനി ഈ വീട്ടിൽ നിന്നൊരു തുള്ളി വെള്ളം പോലും ഞാൻ കുടിക്കില്ല എന്ന് പറയും. അപ്പോഴായിരിക്കും വല്യമ്മ പറയാം, ആ എന്താ ലക്ഷ്മി, നീൻ്റെ മരുമോൾക്ക് ചോറ് കൊടുക്കുമായിരിക്കും എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും. എൻ്റെ അനുവാദമില്ലാതെ നീ ഇവൾക്ക് ഭക്ഷണം കൊടുക്കുകയാണല്ലേ എന്നൊക്കെ ചോദിക്കും. അപ്പം ലക്ഷ്മി പറയും, ഞാൻ ഇത്രയും കാലം ഈ അടുക്കളയിൽ വെച്ചുണ്ടാക്കി വിളമ്പി തന്നതിന് ഇതെങ്കിലും ഒന്ന് ചെയ്യാൻ എന്നെ സമ്മതിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഏടത്തിയോട് ഇങ്ങനെ പറയും. അപ്പോഴായിരിക്കും അങ്ങോട്ടേക്ക് മോഹിനി വരെ, എന്താ ഇവിടെ ചോദിക്കും. അപ്പോൾ വല്യമ്മ പറയും, കണ്ടില്ലേ ലക്ഷ്മിയുടെ മരുമോൾക്ക് ഇവിടുന്ന് ഭക്ഷണം കൊടുക്കുന്നത് എന്നൊക്കെ പറയും. എന്താ ലക്ഷ്മി എന്നൊക്കെ മോഹിനി ഇങ്ങനെ ചോദിക്കും. അപ്പോൾ ലക്ഷ്മി പറയും, ഞാൻ എൻ്റെ മരുമോൾക്ക് ഭക്ഷണം കൊടുക്കുന്നതിന് എന്താ തെറ്റ്, എൻ്റെ മോള് വിഷമിച്ചിരിക്കുകയാണ്, നിങ്ങളൊക്കെ എങ്കാ ഇങ്ങനെ പെരുമാറുന്നതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കും. വല്യമ്മ പറയും, പുറത്ത് പോയിക്കൂടെ നിനക്ക് എന്നൊക്കെ പറയും. എന്താ ഇവിടെ തന്നെ ഇരിക്കണം, നിന്നെ പുറത്താക്കിയതല്ലേ പറയും. അപ്പം നന്ദ പറയും, ഞാൻ പുറത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളാകെ നാണം കെടും, ആൾക്കാർ ചോദിക്കും, നീവരത്തിലെ പെൺകുട്ടിയെ പുറത്താക്കിയതിന് നിങ്ങളെ എല്ലാവരും ഇതാക്കും, ഗൗതം സാറിനെ എല്ലാവരും ഇതാക്കും എന്നൊക്കെ പറയും. അപ്പം മോഹിനി പറയും, നീ എന്താ ഇവിടെ തന്നെ ഇരുന്നിട്ട് സഹതാപം പിടിച്ചു പറ്റിയിട്ട് വീണ്ടും അകത്ത് കയറി കൂടാനാണോ ചോദിക്കും. അപ്പം നന്ദ പറയും, ഞാൻ അത്രയും മതപതിച്ചിട്ടില്ല എന്നൊക്കെ പറയും. എന്നിട്ട് വല്യമ്മയോട് മോഹിനി പറയും, കണ്ടില്ലേ അവളുടെ അഹങ്കാരം കണ്ടില്ലേ, ഇവൾക്ക് വേറെ ആരുമായിട്ട് ബന്ധമുണ്ട്, അതിൻ്റെ അഹങ്കാര ഈ ചാട്ടം എന്നൊക്കെ ഇങ്ങനെ മോഹിനി പറയും. അപ്പോൾ അതിൻ്റെ ദേഷ്യത്തിൽ നന്ദ ഇങ്ങനെ നോക്കുന്നതാണ്. അവിടെയാണ് അവസാനിക്കുന്നത്. അപ്പോൾ ഈ